എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഫോളോവർക്ക് ഓരോ മണിക്കൂറും 500 രൂപ വെച്ച് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. ബ്രോക്ക് എത്ര വേണമെങ്കിലും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം. ഒരു ചലഞ്ചാണ്, പക്ഷെ ഫോൺ യൂസ് ചെയ്യാനും പറ്റില്ല. തരുന്ന ടാസ്ക് എല്ലാം മണിക്കൂർ ചെയ്യുന്നുണ്ട്. ബ്രോ റെഡിയാണോ? റെഡിയാണ്. ബ്രോയുടെ പേരെന്താ? വിനായക്. ബോസ്റ്റൺ എല്ലാവരും വിളിക്കണേ. ബോസ്റ്റൺ എൻ്റെ അച്ഛൻ്റെ പേരാണ്. സോ ഞാനിപ്പോൾ പോർട്ടർ റണ്ണിങ് ആണ്. ബേസിക്കലി ഞാനൊരു റൈറ്ററാണ്. ഇപ്പോൾ സോങ് റിലീസ് ആയിട്ടില്ല. സോ അപ്പോൾ അതായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ബ്രോ ആരൊക്കെ ഒരു ഫേസ് കട്ട് ഉണ്ടല്ലോ? എല്ലാവരും പറയാറുണ്ട്. ആളെ ഞാൻ പറയുന്നില്ല. അപ്പൊ എനിവേ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായോ ആരെങ്കിലും പോലെ ഉണ്ടോന്ന്? അപ്പൊ എന്നാലും പോവാം. ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? ടൈം സ്റ്റാർട്ട് ചെയ്തോ. ബ്രോ ഫസ്റ്റത്തെ ടാസ്ക് എന്താണെന്നുള്ള ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടാസ്ക് ഇതാണ്. ഇതിൽ 5 കവർ ഉണ്ട്. ഈ 5 കവറിലും പൈസ ഉണ്ട്. ബ്രോ ഈ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്രോ എന്ത് ചെയ്യണം? ബില്ലടിക്കുന്ന ഡിസർവിംഗ് ആയിട്ടുള്ള 5 പേർക്ക് ഈ ഒരു പൈസ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, റെഡി? റെഡിയാണ്. പോവാം. ഓക്കെ, ശരിയാ. എന്താ കൃഷ്ണ ഏറ്റവും ബെറ്റർ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കണ്ടേ? അതെ, അത് മാത്രം ഏറ്റവും നല്ല കാര്യമല്ലേ? അതെ, നല്ല കാര്യം. ജസ്റ്റ് നോക്കാം, എന്തായാലും ഉണ്ടാവും. ഇഷ്ടംമാരെ ആൾക്കാരുണ്ടോ? അതെ, നോക്കാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. ഫ്ലെക്സി. നമുക്ക് സമയം എത്ര ഉണ്ടോ വെച്ചാൽ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 55 മിനിറ്റ് ഉണ്ട്. വാ നോക്കാം, എന്തായാലും ഉണ്ടാവും. ആളുകളെ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പയ്യ കൊടുത്താൽ മതി. സമയം 55 മിനിറ്റ് ഉണ്ട്. ഇഷ്ടം പോലെ സമയം. അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടിയാൽ മതി. അതെ, നോക്കാം നമുക്ക്. ആൾക്കാരൊക്കെ നോക്കണ്ടല്ലോ. എല്ലാരും ബ്രോനെ നോക്കി ചിരിക്കുന്നുണ്ട്. അവര് ചിരിക്കട്ടെ, ചിരി നല്ലതാണ്. എന്റെ കണ്ണിൽ കാണുന്ന അവൻ കാണുന്ന ആളുകൾക്കാണ് അവൻ കൊടുക്കുന്നത്. ചേട്ടൻ കഴിക്കാനുള്ളത് അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇത് പിടിച്ചോ, എൻ്റെ ഒരു സന്തോഷത്തിനാ കേട്ടാ. ഒരാളെ തെരഞ്ഞെടുക്കാണ്. എവിടെ ഇരുന്നാള്? മുകളിലെ വാർഡിലാന്ന് പറഞ്ഞു. വാർഡിലാണ് ചോദിച്ചോട്ടെ. ചേച്ചി വാർഡൊക്കെ എവിടെയാ? വാർഡ് സെക്കൻഡ് ഫ്ലോർ. വാർഡിലെ ഒരാളെ പേടിക്ക് നടക്കും. ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. മുഖപരിചയം കണ്ടിരിക്കുന്നുണ്ട്. ശരി, അംബിക. ഇവിടെ ജസ്റ്റ് നോക്കാൻ പറ്റുമോ ആളെ? എന്താ സന്തോഷത്തിന് തന്നെയാണ് കേട്ടാ. ഞാൻ ഇന്നലെ അച്ഛനെ സ്കാൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ സത്യം എനിക്ക് പറയാൻ പറ്റുള്ള കേട്ടൊന്ന്. അല്ല ചേട്ടാ, ഇന്നലെ സ്കാൻ ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഇന്നൊരിടത്തുനിന്ന് കടം മേടിച്ചിട്ടാ വന്നേ. ഞാൻ കുറെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. എന്താ സന്തോഷത്തിനാ കരയിരുന്നിട്ടാ? അല്ല, ഞാൻ പെട്ടെന്ന് വിചാരിച്ച് വെറുതെ പറഞ്ഞുകൊണ്ട് കാണാൻ വന്നായിരിക്കുന്നതായിരുന്നു. കരയിലേച്ചി സന്തോഷത്തിന് പിടിക്കും. കരഞ്ഞാൽ എനിക്ക് വിഷമോ? എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അതുകൊണ്ടാ അറിയല്ലേ. എനിക്കൊരു പ്രാർത്ഥിച്ചാൽ മതി. കാരണം എൻ്റെ പാട്ടൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. എൻ്റെ പാട്ടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയാണ് ഹോസ്പിറ്റലിൽ എന്താ ബില്ല് എക്സ്പെൻസ്? ചേട്ടാ ഇവിടെ സോറിട്ടാ. അല്ല എന്നെ ചേച്ചി, ഞാൻ നിങ്ങളിൽ മൂത്താണ് അറിയാന്ന് വെച്ചുവരാ. ഇവിടെ എന്ന് വെച്ചാലേ ഇപ്പൊ അച്ഛന് ഗവൺമെന്റ് ജോബ് ആയിരുന്നു. ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ മെഡിസപ്പ് ഉണ്ട്, ഇൻഷുറൻസ്. പക്ഷെ ഇവര് പറയണത് ഇവിടെ ഒന്നും കിട്ടില്ല എന്നാ പറയാ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടൈറ്റിലാണ്. അഡ്മിറ്റ് ചെയ്തിട്ട് 3 ദിവസമായി. പക്ഷെ പൈസ ഇല്ലാഞ്ഞോണ്ട് സ്കാൻ ചെയ്യാൻ പറ്റാഞ്ഞോണ്ട് ഇപ്പൊ സ്കാൻ ചെയ്ത് കിട്ടിയേ. കുഴപ്പമില്ല, മതി. ഇതിനകത്ത് ചെറിയൊരു ഇതാണ് സിറ്റുവേഷൻ പറഞ്ഞോണ്ട്. പോട്ടെ, ഭക്ഷണം കഴിച്ചില്ലേ? അച്ഛനോട് പറഞ്ഞേക്കേ. അതെ, ഇപ്പൊ കൊടുത്ത ആള് വെൽ ഡിസർവ്ഡ് അല്ലേ? പറഞ്ഞില്ലേ, കുറച്ച് എമൗണ്ട് ഞാൻ അധികം കൊടുത്തിട്ടുണ്ട് ആൾക്ക്. തെറ്റൂല പറഞ്ഞില്ലേ? സംസാരത്തിൽ തെറ്റൂല. ഓക്കെ, ഗുഡ്. കരഞ്ഞിപ്പോ എന്തോ പോയി. കുഴപ്പമില്ല, നമ്മൾ അവർക്ക് കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. നീ പറ. താങ്ക്സ് കേട്ടോ. എൻ്റെ അടുത്ത് നടത്തില്ല, എൻ്റെ ഞാൻ കൊടുത്തത്. അങ്ങനെ 5 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം 1 hour കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി അടുത്ത ഒരു അവറിലോട്ട് പോകണം.
പോണം പോവാം റെഡിയാ. 500 രൂപ. ഓക്കെ, അടുത്ത മണിക്കൂറിലോട്ട് പോവാം. പോവാം എന്തായാലും പോവാം. ഞാൻ അടുത്ത ടാസ്ക് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതൊരു ഐഡിയ ഇല്ല. വാ എന്തായാലും നോക്കാം. നല്ല വിശപ്പുണ്ടോ നിനക്ക്? ഉണ്ട്. നല്ല വിശപ്പുണ്ടോ? ഉണ്ട്. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ? ഇല്ലൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കുമ്പോൾ എല്ലാ ടാസ്ക് എന്താ അറിയോ? ഇതിൻ്റെ അകത്ത് മന്തി, ഇതിനകത്ത് ബിരിയാണി. ബ്രോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? ഇഷ്ടം കൂടുതൽ കഴിച്ചിട്ടുള്ള ബിരിയാണി തന്നെയാണ്. ബിരിയാണി എടുക്കും. പക്ഷെ ഇപ്പൊ തുറക്കാൻ പാടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് അടിപൊളി ബിരിയാണി ആയിക്കോട്ടെ. ഓക്കെ. ബ്രോ സമയം 1 മണിക്കൂറും 25 മിനിറ്റും ആയിട്ടോ. ഓക്കെ, അപ്പോൾ ഈ മണിക്കൂറിലെ ടാസ്ക് എന്താണെന്ന് ബ്രോന്റെ കവറിലുണ്ട്. വായിക്കാലോ. വായിച്ചോ. ആഹാ, വായിച്ചോ. ബിരിയാണി കണ്ണടച്ച് ഈ ഹവറിൽ തീർക്കുക. കണ്ണടച്ചിട്ടാണ് ഈ ബിരിയാണി ബ്രോ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, നടക്കൂലേ? വാ നടക്കാം. ഈ ക്യാപ്പത്ത് കുറച്ച് പൊക്കി അതിന്റെ മുഖം കാണുന്നില്ല. നടക്കൂലേ? നടക്കാം. നോർമലി കണ്ണടക്കലല്ല. ഇരുട്ട് ഫുള്ള് കിട്ടുന്നുണ്ടോ? ഒരു മണിക്കൂറും 40 മിനിറ്റും ആയിട്ടും 20 മിനിറ്റ് കൂടെ ഉള്ളൂ. 21 മിനിറ്റ് പറയണ്ടേ. എങ്ങനെയുണ്ട്? സെറ്റ്. ഗ്യാപ്പ് കാണുന്നുണ്ടോ? എനിക്ക് അടിയത്തെ ഇല്ലല്ലോ. ഈ ഗ്യാപ്പ് കാണുന്നില്ലല്ലോ. ഉണ്ടോ? പേട്ടാ ഞാൻ ഒന്ന് കെട്ടിത്തരട്ടാ. ഇത് തുടങ്ങാം. അങ്ങനെ 2 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടു. ഇപ്പം എങ്ങനെയുണ്ട് കണ്ണൊക്കെ? കണ്ണുറന്നപ്പോ എന്താണ് ഭയങ്കരമായ പ്രകാശം, ഭയങ്കര വട്ടം. ഓക്കെ, 2 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു. 3ാമത്തെ മണിക്കൂറിലോട്ട് പോകണം. പോവാ തിരിച്ച്. ഓക്കെ, കൈവാശ് ചെയ്തോ. ഓക്കെ ബ്രോ 2 മണിക്കൂർ 20 മിനിറ്റ് ആയി. ഇനി 40 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ അവറിലെ ടാസ്ക് എന്താണെന്ന് ബ്രോക്ക് അറിയാം? ഒരു ഐഡിയ ഇല്ല. സിമ്പിൾ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ബ്രോ എന്ത് ചെയ്യണം? 79 ഫ്ലാഗ് ഉണ്ട്. 79 ആളുകൾക്ക് കൊടുക്കും. ഓക്കെ എന്നിട്ട് വിഷ് ചെയ്യണം അവരെ. ഓക്കെ അല്ലേ? സെറ്റ് ഓക്കെ എന്നാ പോവാ. ഓക്കെ വാ. എത്രാമത്തെ 70 നാളെ ഇങ്ങോട്ട് വേണ്ട. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടോ. 2 കൂടെ ഉള്ളൂ. വിഷ് ചെയ്തോ? കഴിഞ്ഞോ? ബ്രോ 3 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഓക്കെ 500. ഓക്കെ, താങ്ക് യു. 4ാമത്തെ മണിക്കൂറിലോട്ട് പോകണം. പോവാം എന്തായാലും പോവാം. ഓക്കെ പോവാം. ക്ഷീണിച്ചാലോ? നമുക്ക് എന്തെങ്കിലും കുടിച്ചാലോ? കുടിക്കാം. ഇതിനകത്ത് ജ്യൂസ്, ഇതിനകത്ത് ചായ. ബ്രോക്ക് ഏത് വേണം? ഡെയിലി കുടിക്കണ ചായയാണ്. ചായ മതി. ഓക്കെ, ഇതാ ചായ. ഇനി ചായ തരുന്ന മുന്നേ ഞാൻ തുറന്നു നോക്കി വായിച്ചു ഓർക്കണ. ചായ അടിക്കാരൻ്റെ മുഖത്ത് നോക്കി 5 ചായ കുടിച്ച് ഈ അവർ കംപ്ലീറ്റ് ചെയ്യുക. എന്റെ പുള്ളിനെ നോക്കി. പുള്ളി ഭയങ്കര സീരിയസ് ആണ്. പുള്ളിനെ മുഖത്ത് പോയി നോക്കാൻ വേറെ ആരും നോക്കാൻ പാടില്ല. അതിന് അടിക്കടി ചായ അങ്ങനെ പറയണം. ഒരു ചായ കഴിഞ്ഞാൽ അടുത്ത ചായ, അങ്ങനെ 5 ചായ കുടിക്കും. ഓക്കെ, സമയം 3 മണിക്കൂർ 23 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ ഒരു ചായ ഇനി 37 മിനിറ്റോട്ട് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് തീർക്കാൻ പാടില്ല. ഓക്കെ നടക്കോ? നോക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ, കിട്ടിയാ പോയാ പോയി. അങ്ങനെ 3 മണിക്കൂറും 45 മിനിറ്റും ആയിട്ടോ. ആക്ച്വലി ഇവന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവന് പോർട്ടറിനായിട്ട് ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചായ കുടിച്ച് ഫസ്റ്റത്തെ 4 ചായ എന്ത് ചെയ്തു പെട്ടെന്നാണ് കുടിച്ചത്. അപ്പോൾ ലാസ്റ്റ് ഒരു ചായയും കൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിയും. 3 മണിക്കൂർ 46 മിനിറ്റും ആയി. ഇനി ഒരു 14 മിനിറ്റും കൂടി സമ്മതിച്ചേ പറ്റുള്ളൂ. 4 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടോ. 1 മണിക്കൂർ നിന്നിടന്ന് ഒരു അടി പോലും അനങ്ങിയിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
കണ്ടക്കൻ എക്സ്പീരിയൻസ്, ചായ അടിക്കാനും പഠിച്ച്. പിന്നെ ഓണർ ചോദിച്ചു നാളെ ഒന്ന് ഇവിടെ ആ നല്ല സപ്പോർട്ടായിരുന്നു. അതാണ് വിയർപ്പിക്കണല്ലോ. ബ്രോ പറ, ബ്രോനെ ഷെയർ ചെയ്യാ കാര്യങ്ങളൊക്കെ. കാര്യങ്ങൾ ഒന്നും പറയണമെന്നില്ല. നല്ല കലക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു, സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ. ഓക്കെ, നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഓക്കെ. ആൾക്കാരാണെങ്കിലും നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. 4 മണിക്കൂറിന്റെ പൈസ ഞാൻ തന്നെ തന്നപ്പോൾ നീ പിന്നെ തന്നാൽ 4 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു ചലഞ്ചും അടുത്തൊരാളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ, സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. ബൈ ബൈ.